ദൈവത്തിന് മഹത്വം. ക്രൈസ്റ്റ് ബ്ലെസ്സസ് ചാനലിന് വേണ്ടി എനിക്ക് ഈ അഭിമുഖം പറയുവാൻ തന്നതിന് ദൈവത്തിന് മഹത്വം. അപ്പം ഞാനൊരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ പേര് ശ്രീദേവി എന്നാണ്. എനിക്ക് സഹോദരങ്ങൾ 6 പേരും. എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. അച്ഛനും അമ്മയും അവരെല്ലാം ഹിന്ദുക്കളാണ്. അച്ഛനും അമ്മയും ഇപ്പോഴില്ല. അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. എൻ്റെ സഹോദരങ്ങളൊക്കെ ഹിന്ദുക്കളായിട്ട് ജീവിക്കുന്നു. വിശ്വാസത്തിൽ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഹിന്ദുക്കളാണ്. ഞാൻ മാത്രം ഹിന്ദുക്കളാണ്. അങ്ങനെ കർത്താവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഒരുപാട് എതിരുകളും ഒരുപാട് പരാതികളും ഒരുപാട് ആൾക്കാർ ഒരുപാട് രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഞാൻ വിശ്വാസത്തിൽ ചർച്ചയിൽ പോകുന്നതും ആരാധനയ്ക്ക് പോകുന്നതും എല്ലാവർക്കും എതിരാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ചുറ്റുമുള്ള ബന്ധുക്കാർക്കും സ്വന്തക്കാർക്കും എല്ലാവർക്കും എതിരാണ്. അവർ പറയും നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിക്കൂടെ, ഇയാളെന്തിനാ കർത്താവിനെ വിളിക്കുന്നതുകൊണ്ട് ഇയാൾക്ക് എന്ത് കിട്ടും, അങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യങ്ങളാണ് വരുന്നത്. അങ്ങനെ ഞാൻ ഗൾഫിൻ്റെ പ്രദേശങ്ങളിലൊക്കെ ഞാൻ പോയിട്ട് അവിടെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു. എന്നെ ജയിലിലൊക്കെ ഇട്ടു, എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അതുപോലെ തന്നെ അവിടെ തന്നെ കുറേ പ്രയാസങ്ങൾ അനുഭവിച്ചു. എന്നാലും അവിടെയും പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് തിരിച്ചു വരുവാനിടയായത്. ഞാൻ ജയിലിൽ കിടന്നിട്ട് അവിടെ നിന്നും ഞാൻ കർത്താവിനെ പ്രാർത്ഥിച്ചു. അന്ന് കർത്താവിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലായിരുന്നു. എനിക്കറിയുന്നത് പോലെ ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് അവിടെ നിന്ന് ജയിലിൽ നിന്ന് മോചിതനായത്. പിന്നെ നാട്ടിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എന്നാലും ഞാൻ എന്നെ ആരെന്ത് പറയുമ്പോഴും ഞാൻ മറുപടി ഒന്നും പറയാറില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥന മാത്രം ചെയ്യത്തേ ഉള്ളൂ. പിന്നെ ഇനി ദൈവത്തിന് വേണ്ടി കൂടുതൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങളുടെ സഭയിൽ ഉള്ള പാസ്റ്റർമാരൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ്. പിന്നെ ഇവിടെ നമ്മളെപ്പോഴും പ്രാർത്ഥന നടത്തുന്നുണ്ട്. മറ്റുള്ളവരോട് ഞാൻ ട്രാക്റ്റ് കൊടുക്കുകയും ദൈവത്തെക്കുറിച്ച് കർത്താവിനെക്കുറിച്ച് കൂടുതൽ പറയുകയൊക്കെ ചെയ്യും. പിന്നെ ഒരുപാട് പേര് എന്നെ പരിഹസിക്കുകയും കളിയാക്കുകയും പുച്ഛിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ കർത്താവിനെ വിളിക്കുന്നത് കൊണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന മുന്നിൽ ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും ഹിന്ദുക്കളാണ്. പിന്നെ അവിടെ ചത്തവർക്ക് കുരിയാല വെച്ച് അങ്ങനെയുള്ള ഒരു ഭവനമായിരുന്നു. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഈ ചുറ്റുമുള്ളത്. പിന്നെ അങ്ങനെയുള്ളൊരു കുരിയാല അവിടെയൊക്കെ വിളക്ക് കത്തിച്ച് അങ്ങനെയുള്ളൊരു പാരമ്പര്യ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇങ്ങനെ പോകുന്നു. കർത്താവിന് വേണ്ടി ഇനി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. പിന്നെ എന്നും ഞാൻ ബൈബിൾ എഴുതിയിട്ട് ബൈബിൾ ഇല്ലാത്തവർക്ക് ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ഞാൻ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് അവിടെയൊക്കെ പറയാൻ കൊള്ളാത്ത സംഭവങ്ങളാണ്. പിന്നെ അവരെന്നെ ജയിലിൽ കൊണ്ടിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിച്ച് കുഞ്ഞുങ്ങൾ പോലും മുഖത്തിൻ്റെ തുപ്പും, അറബികളുടെ പിള്ളേർ തുപ്പും. അങ്ങനെ ജയിലിൽ കൊണ്ടിട്ട് മോഷ്ടിച്ചെന്ന് പറഞ്ഞൊക്കെ കള്ളത്തരം പറഞ്ഞ് കൊണ്ടിട്ട് അവിടെ പറയാൻ കൊള്ളാത്ത വേറെ കാര്യങ്ങളാണ്. അങ്ങനെ കുവൈറ്റ് തന്നെ 35 വീടുകളിൽ മാറി എന്നെ കൊണ്ടുപോയി. അങ്ങനെ അവിടെയും അപ്പോൾ അങ്ങനെ ജയിലിൽ കിടന്നുകൊണ്ട് ഞാൻ കർത്താവിനെ വിളിച്ചപ്പോൾ എനിക്കൊരു വചനം വന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമായ യഹോവയാകുന്നു. അങ്ങനെ ഒരു വചനം കിട്ടി. അപ്പോൾ അന്ന് എനിക്ക് ബൈബിളിനെക്കുറിച്ച് നല്ലവണ്ണം അറിയത്തില്ലായിരുന്നു. ഞാൻ ഗൾഫിൽ പോയപ്പോൾ എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ അറബികൾ എടുത്ത് കളഞ്ഞ് എന്നെ ഒരുപാട് ഉപദ്രവിച്ച് അങ്ങനെ ഒരുപാട് ഭാരത്താൽ ബൈബിൾ നഷ്ടപ്പെട്ട് അങ്ങനെ ഒരുപാട് പ്രയാസത്തോടെ ഇരുന്ന സമയത്തിൽ അവിടെ ജയിലിൽ കിടന്നൊക്കെ ഞാൻ കർത്താവിനെ ഒരുപാട് വിളിക്കുമായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നത്. പിന്നെ ഈ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ എപ്പോഴും കളിയാക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഒരുപാട് വഴക്കൊക്കെ ഉണ്ടായ ഏരിയയാണ്. അപ്പോൾ ഞാൻ കർത്താവിൽ രാത്രിയിൽ കാലങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അപ്പം എന്നെ ഉപദ്രവിക്കാൻ വരുന്നവരോട് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു ശക്തി ബലം കൊണ്ടാണ് ഞാൻ ഈ പിടിച്ച് നിൽക്കുന്നത്. ഞാൻ മറ്റുള്ളവരോടും ഞാൻ പറയും. പിന്നെ ഞാൻ ലോട്ടറി കച്ചവടത്തിന് പോകുമ്പോഴും ഞാൻ മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ കാര്യം പറയുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രോഗികളോട് കർത്താവിനെക്കുറിച്ചുള്ള അനുഭവ സാക്ഷ്യങ്ങൾ പറയുകയും അവർക്ക് ട്രാക്റ്റ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ചിലവർ പറയും നിങ്ങൾ മതം ചേർക്കാനാണോ വരുന്നത്? അപ്പോൾ ഞങ്ങൾ വിളിക്കുന്ന ഈ പാരമ്പര്യത്തിൽ മാറ്റിയിട്ട് നിങ്ങൾ മതം ചേർക്കാനും. ഞാൻ പറയുന്നത് ദൈവം ഒരാളുടെ മതത്തിന് വേണ്ടിയല്ല, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവിൽ ക്രൂശിൽ യാഗമായി തീർന്നതാണ്. എനിക്കും നിങ്ങളുടെയും പാപങ്ങൾ ചുമക്കാൻ വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ യാഗമായത്. ആ കർത്താവിനെക്കുറിച്ച് 2 വാക്ക് പറയാനാണ് ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞാൻ പറയും,
അപ്പോൾ അവർ നെഗറ്റീവുകളാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് പറയുന്നവരോടൊക്കെ ഞാൻ പിന്നീട് വന്ന് വീണ്ടും പ്രാർത്ഥിക്കും, കർത്താവ് ഈ നെഗറ്റീവ് സംസാരിച്ചവരുടെ ഹൃദയങ്ങൾ കർത്താവ് മാനസാന്തരം കൊടുക്കണമേ. അതുപോലെ മദ്യപാനികൾ, അതുപോലെ തന്നെ പുകവലിക്കുന്ന ആൾക്കാർ, അവരോട് ഞാൻ സംസാരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ചൂള പോലെ കത്തുന്ന ദിവസം വരാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ ഞാൻ ദൈവവചനം അവരോട് ഞാൻ പറയും. അപ്പോൾ എന്നാൽ കൊണ്ട് കഴിയുന്നതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ക്രൈസ്റ്റ് ബ്ലെസ്സഡ് ചാനലിൽ കൂടി ഈ ചാനൽ കേൾക്കുന്ന ഓരോ വ്യക്തികളും വിശ്വാസത്തിൽ വരുവാനും ഇവർക്ക് മാനസാന്തരം ഉണ്ടാകുവാനും ഈ മദ്യപാനം, മയക്കുമരുന്ന്, കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുക, തുച്ഛമായ പൈസയ്ക്ക് വേണ്ടി വെറുക്കപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ വ്യക്തികൾ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ അനേകാര്യങ്ങൾ കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഈ കേൾക്കുന്ന എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇനി കൂടുതൽ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാൻ വേണ്ടി എനിക്ക് വേണ്ടി ഇനിയും കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു.